ചങ്കളെ നമ്മുടെ വണ്ടി നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ വഴി എങ്ങനെ കയറ്റി അയക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. നമ്മളെ ഒരു വണ്ടി കയറ്റി അയക്കുമ്പോൾ ഞാൻ ഇതിന്റെ മുന്നേ കുറെ ആളുകളോട് ചോദിച്ച് യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ എങ്ങനെ കയറ്റി അയക്കണം എന്നുള്ളത് പഠിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്ന് നേരിട്ട് അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടത്തേക്കാണോ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രണ്ട് സ്റ്റേഷനിലും പാർസൽ സർവീസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഈ പാർസൽ സർവീസ് ഉള്ള സ്റ്റേഷനിലേക്ക് മാത്രമേ അയക്കാനും അതുപോലെ തന്നെ അവിടുന്ന് റിസീവ് ചെയ്യാനും പറ്റുള്ളൂ. രണ്ടാമത്തത്, നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മളെ വണ്ടിയിലെ പെട്രോൾ എംറ്റി ആയിരിക്കണം, പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. കാരണം വെച്ചാൽ നമ്മളിവിടെ എത്തുന്ന രീതിയിൽ മാത്രം പെട്രോൾ അടിച്ചിട്ട് വരിക, ബാക്കി ഇവിടുന്ന് എന്തായാലും അവർ കളയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യും. നമ്മൾ എവിടുന്ന് എവിടത്തേക്കാണോ അയക്കുന്നത്, ആര് ഐഡന്റിറ്റിയിലാണോ നമ്മൾ അയക്കുന്നത്, അതൊക്കെ നമ്മൾ ഐഡന്റിറ്റി കാർഡ്, നമുക്ക് ഇത് അയക്കാൻ വേണ്ട ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഒന്ന് ആരാണോ അയക്കുന്നത് അവർ ഐ ഡി കാർഡ്, ആധാറോ ലൈസൻസോ അങ്ങനെയുള്ള എന്തായാലും. പിന്നെ രണ്ടാമത്തത് വണ്ടിയുടെ RC ഒറിജിനൽ, പിന്നെ നമ്മളെ ഇൻഷുറൻസ് അടച്ചതിന്റെ പേപ്പർ, ഇതൊക്കെ പിന്നെ ഒറിജിനലും വേണം, അതിന്റെ കോപ്പിയും വേണം. കോപ്പി ഇവിടെ കൊടുക്കണം. എന്നിട്ട് ആ പേപ്പറൊക്കെ നമ്മൾ ഫില്ല് ചെയ്തതിന്റെ ശേഷം നമ്മൾ നേരെ സൈൻ അതോറിറ്റി ആൾക്കാരുണ്ടാവും, ഏത് പാർസൽ സർവീസിലുള്ള റെയിൽവേ സ്റ്റാഫ്, അവരെടുത്ത് നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത് അവിടത്തേക്കുള്ള ടിക്കറ്റും എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ അവിടത്തേക്ക് പോവുക. അപ്പോൾ അവർ നമ്മളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പുമായിട്ട് നമ്മൾ തിരിച്ച് വോട്ടർമാരെ ഓഫീസിലേക്ക് വന്നിട്ട് നമ്മൾ ആ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മളെ പിന്നെ അവരെ ബുക്കിൽ നമ്മളെ വണ്ടീൻ്റെ ഡീറ്റെയിൽസും നമ്മളെ ID ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പിന്നെ നമ്മളെ വണ്ടി അവിടെ റിസീവ് ചെയ്യും. എന്നിട്ട് അവർ അയക്കുന്ന സമയവും നമുക്ക് പറഞ്ഞു, ഇന്ന സമയത്താണ് അവർ അയക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എവിടെ നിന്നാണോ റിസീവ് ചെയ്യേണ്ടത് അവിടെ നിന്ന് നമ്മൾ റിസീവ് ചെയ്യണം. നമ്മളെ വണ്ടിയെല്ലാം പാക്ക് ചെയ്ത് അവർ RPF കാണിച്ച് പിന്നെ അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കും, ഉറപ്പ് വരുത്തും പെട്രോൾ എംറ്റി ആണെന്നുള്ളത് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ ട്രെയിനിലേക്ക് വണ്ടി കയറ്റുള്ളൂ. പിന്നെ നമ്മൾ വണ്ടി അയച്ച് അവിടെ എത്തിയതിന് ശേഷം 6 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടില്ല, എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടില്ല. 6 മണിക്കൂർ കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിനും നമ്മൾ ചെറിയൊരു തുക പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വണ്ടി അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ആ ഡിക്കിയിൽ നമ്മളെ സ്കൂട്ടറാണ് അയക്കുന്നതെങ്കിൽ, ഞാനിപ്പോൾ സ്കൂട്ടറാണ് അയക്കുന്നത്, അപ്പോൾ സ്കൂട്ടറാണ് അയക്കുന്നതെങ്കിൽ നമുക്ക് ഡിക്കിയിൽ അതിൻ്റെ കണ്ണാടിയൊക്കെ കഴിച്ച് വെച്ചാൽ അത് സേഫാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഹെൽമെറ്റും അതിൽ വെക്കാം. എക്സ്ട്രാ എന്തെങ്കിലും അതിൻ്റെ കൂടെ അയക്കണം എന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ എന്ത് ചെയ്യണം, നമ്മൾ ആ ഫീസ് നമ്മൾ അടക്കണം. നമ്മളിപ്പോൾ ക്വാർട്ടർ ഫീസും അടക്കണം, അതുപോലെ തന്നെ റെയിൽവേയിലും നമ്മൾ ഫീസ് അടക്കണം, പിന്നെ നമ്മൾ ടിക്കറ്റും എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. എന്നെ പോലെ തന്നെ കുറേ ആൾക്കാർ ഇത് അയക്കാൻ വേണ്ടിയിട്ട് വട്ടം കറങ്ങി നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി.